കുറഞ്ഞ ചേരുവകളൊക്കെ വെച്ച് എണ്ണയിലൊന്നും പൊരിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണിത്. അപ്പോൾ ഇത് റെഡി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാലും 1/4 കപ്പ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും പിന്നെ 1/2 ടീസ്പൂണ് വാനില എസൻസും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഉള്ളത്. ഇനി നമ്മളിതാ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ബട്ടർ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ പാനാണ് എടുത്തിട്ടുള്ളത്, ചെറിയ വട്ടത്തിലുള്ള പാനാണ്. അതുകൊണ്ട് ഈ ഒരു മാവിൻ്റെ പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാനുള്ളതുണ്ട്. വലിയ പാനാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ബാറ്റർ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഇങ്ങനെ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും. ഈ ഒരു സമയത്ത് അടിവശം ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് പൊക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു മുകളിലുള്ള മാവെല്ലാം അടിയിൽ പോയിട്ട് അതവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മാവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ഒരു ഭാഗത്തേക്കും ഇല്ലാത്ത ഭാഗത്തേക്കും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് നമ്മൾ മറ്റേ കയ്യിൽ ഇതുപോലെ പിടിച്ച് നിൽക്കണം കേട്ടോ കുറച്ച് സമയം ഒന്ന്. അപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്യുന്ന സമയം ഒന്ന് പിടിച്ച് നിൽക്കുക. അങ്ങനെ മുറിഞ്ഞ് വീഴൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് പിന്നെ നമുക്കിത് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ആയിട്ട് ഞാൻ ചോക്ലേറ്റ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഫ്രൂട്ട്സോ അതുപോലെ സ്ട്രോബെറി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ ഈ ഒരു പൊക്കി പിടിച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കുക്കായിട്ട് വരും. അപ്പോൾ ഇതുപോലെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ചോക്ലേറ്റൊക്കെ അങ്ങ് മെൽറ്റായിട്ട് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വീണ്ടും വീണ്ടും ഇത് ചോദിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ട് ഇത് റെഡിയാക്കി നോക്കാം. ഒന്ന് റെഡിയാക്കി നോക്കിക്കോളൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്